വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പാർട്ട്ണർഷിപ്പ് പ്രൊട്ടക്ഷൻ്റെ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബിസിനസ്സിലൊക്കെ വരുമ്പോൾ പാർട്ട്ണർഷിപ്പ് കൂടി ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഡെത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനാരിയോയിലാണെങ്കിൽ പിന്നെ ടേംസ് സംസാരിക്കാൻ വരുന്നത് അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കും. അവർക്ക് ഇവരുടെ ഐഡിയോളജി ആയിട്ട് പലപ്പോഴും ഒത്തുചേർന്ന് പോകാൻ പറ്റിയെന്ന് വരില്ല. ഇത് ഒരു സിനാരിയോ ആണ് ഇൻഷുറൻസിൻ്റെ. ഓക്കെ, അതിലും ഏറ്റവും ഡേഞ്ചറസ് സിനാരിയോ ആണ് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് പോലത്തെ സംഭവങ്ങൾ വരുന്നത്. കാരണം UAE പോലത്തെ സ്ഥലങ്ങളിൽ, ദുബായ് പോലത്തെ ഉള്ള ബിസിനസ് ഹബ് ഏരിയയിൽ ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. ഹെൽത്ത് ഇൻഷുറൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും ആ പ്രോട്ടോകോൾസ് പ്രോപ്പറായിട്ട് നോക്കി എംപ്ലോയീസിന് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പരിധി വരെ ഇവരുടെ എന്താ പറയുക, ഈ ഓവർ ഹെഡ് എക്സ്പെൻസുകൾ ഈ ഒരു ബിൽസ് ത്രൂ പോകും. ഈ സീസണൽ ഫ്ലൂ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പോകും. അതല്ലാതെ തന്നെ പല ടൈപ്പ് പിന്നെ ഹോസ്പിറ്റൽ നീഡ്സ് കവർ ചെയ്യും. ഇതൊന്നുമല്ലാതെ ഒരു സീരിയസ് ഇൽനെസ് ഹിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിലവിൽ അവരുടെ കയ്യിൽ കീപ്പ് ചെയ്തിരിക്കുന്ന എക്സിസ്റ്റിംഗ് ആസറ്റ് വൈപ്പ് ഔട്ടായി പോകും.